അസ്സലാമു അലൈക്കും. സുഹറയുടെ കൈകളിൽ നിന്നും ആ ഫോൺ തെറിച്ചുപോയി. ഒരു തളർച്ചയോടെ അവൾ കിടക്കയിലേക്കിരുന്നു. കൈകാലുകൾക്ക് തളർച്ച ബാധിച്ച പോലെ, കാതുകൾ കൊട്ടിയടഞ്ഞ പോലെ, ശരീരമാകെ ചുട്ടുപൊഴിക്കുന്നു. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം വന്ന് നിറഞ്ഞതുപോലെ. ഒന്ന് ആർത്ത് കരഞ്ഞില്ലെങ്കിൽ അവളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് കരുതി. ആ തനിക്ക് കഴിയാവുന്നതിലും ഉച്ചത്തിൽ അവൾ പൊട്ടിക്കരഞ്ഞു. തോറ്റുപോയവരുടെ വേദനയുണ്ടായിരുന്നു ആ കണ്ണുനീരിൽ. പിഴച്ചവളെന്ന് വിളിച്ചിട്ടും, പലരുടെയും മുന്നിൽ അപമാനിതയാവേണ്ടി വന്നിട്ടും ജീവിതം അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോയത് തൻ്റെ കൂടപ്പിറപ്പുകളെ ഓർത്തിട്ട് മാത്രമാണ്. ഉപ്പാക്കാവില്ലല്ലോ അവരെ നോക്കാൻ എന്ന് കരുതി മാത്രമാണ് എത്രയോ ചെറുപ്പത്തിലെ ഭാരം മുഴുവനും ഏറ്റെടുത്തത്. സന്തോഷമായിരുന്നു. ഒരിക്കലും ഭാരമെന്ന് തോന്നിയിട്ടില്ല. തകർച്ചയിൽ താങ്ങായി സ്വന്തം വീട്ടുകാർ ഉണ്ടാവുമല്ലോ എന്ന വിശ്വാസമായിരുന്നു. വീണ്ടും ഒരു പ്രവാസിയുടെ കുപ്പായം എടുത്തണിഞ്ഞതും ഇനിയും എവിടെയും എത്താതെ കിടക്കുന്ന ഉത്തരവാദിത്വം കാരണമല്ലേ എൻ്റെ ആമി അവളെ സ്വന്തം പോലെ നോക്കുമെന്ന് കരുതിയല്ലേ അവിടെ ഏൽപ്പിച്ചു പോകുന്നത്. എൻ്റെ കുഞ്ഞ് ഇതുവരെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അവളെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്. പാവം എൻ്റെ മോള്. അവളുടെ കുഞ്ഞു മനസ്സിനെ നോവിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തെറ്റായിപ്പോയോ പഠിച്ചവനെ. ഇത്രയും ചെറുപ്പത്തിൽ അവൾക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിഞ്ഞു? പാവം എൻ്റെ കുഞ്ഞ്. ഇപ്പോഴും എൻ്റെ ജീവിതം പോലും പണയം വെച്ചുകൊണ്ട് ജീവിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് കൂടിയല്ലേ, അവർക്ക് വേണ്ടിയല്ലേ. എന്നിട്ടും ആരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ ഉമ്മ കൂടെ ഉണ്ടാവുമെന്ന് കരുതിയത് തെറ്റായിപ്പോയി. ചിന്തകൾക്ക് വിരാമമില്ലാത്ത പോലെ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടും ഭാരം വിട്ടൊഴിയുന്നില്ല. കണ്ണുനീർ തുള്ളികൾ മുഖവും താണ്ടി ഇട്ടിരുന്ന വസ്ത്രത്തിലേക്കും ഒഴുകി തുടങ്ങി. ഉമ്മീ! ആമിയുടെ കൊഞ്ചുള്ള വിളി ഓർക്കും തോറും സുഹറയുടെ ഹൃദയം വെങ്ങി. വാതിൽ തുറന്നുകൊണ്ട് ഇമ്രാൻ അകത്തേക്ക് വന്നപ്പോൾ കാണുന്നത് മുഖം പൊത്തിയിരിക്കുന്ന സുഹറയാണ്. വിറക്കുന്ന ശരീരവും ഇടയ്ക്കിടെ അവളിൽ നിന്ന് ഉയരുന്ന ഏങ്ങലടികളും കേട്ട് ഇമ്രാൻ്റെ നെറ്റി ചുളിഞ്ഞു. അവളുടെ ശരീരഭാഷയിൽ നിന്നും അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് ആമി എന്ന പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരുപാട് സമയം അവളെ തന്നെ നോക്കി നിന്നു. അവളെ വിളിക്കാനായി 1-2 പ്രാവശ്യം തുനിഞ്ഞെങ്കിലും ആ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആമി അവളുടെ കുഞ്ഞിൻ്റെ പേരാണെന്ന് കുഞ്ഞിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇനി കുഞ്ഞിനെ ഓർത്തായിരിക്കും അവൾ കരയുന്നത് എന്ന ചിന്ത ഒരു നിമിഷം അവനെ ചിന്തിപ്പിച്ചു. അവൻ വന്നതുപോലും അവൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നിയവന് അവൻ സുഹറയെന്ന് നോക്കിക്കൊണ്ട് ബാൽക്കണി വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവൻ്റെ മനസ്സെപ്പോഴും സുഹറയുടെ കൂടെയായിരുന്നു. ഇത്രയും ദിവസമായിട്ടും ഇതുവരെ മോളെക്കുറിച്ചോർത്ത് കരയുന്നതൊന്നും കണ്ടിട്ടില്ല. ഇനി മോൾക്ക് വല്ല അപകടവും? ആ ഒരു ചിന്ത അവനിൽ പെട്ടെന്ന് ഭയം നിറച്ചു. എന്തെന്നില്ലാത്തൊരു ഭാരം തൻ്റെ കുഞ്ഞിനെ ഓർത്തുപോയി. ആ ഒരു ഓർമ്മയിൽ അവൻ പെട്ടെന്ന് തന്നെ സുഹറക്കരികിലെത്തി. പക്ഷേ അവളെ വിളിക്കാനൊരു മടി. ഇത്രയും ദിവസമായിട്ടും അവളുടെ സ്വകാര്യതയിലേക്ക് കൈ കടത്തിയിട്ടില്ല. പക്ഷെ അവനെ വിളിക്കാതിരിക്കാൻ തോന്നിയില്ല. എന്ത് വിളിക്കും? അതും അവന് സംശയമായിരുന്നു. സുഹറ! മടിച്ചാണെങ്കിലും അവൻ വിളിച്ചു. അവൻ്റെ വിളിക്കുത്തരമായി സുഹറ മുഖം ഉയർത്തിയെങ്കിലും ഇമ്രാൻ്റെ ഹൃദയം എന്തിനല്ലാതെ വേദനിക്കുന്നത് പോലെ തോന്നി അവന്. കരഞ്ഞു ചുവന്ന കലങ്ങിയ കണ്ണുകളും വീർത്ത മുഖവും വിതുമ്പുന്ന കണ്ണുകളും അവനിൽ വേദന നിറച്ചു. അവൻ പെട്ടെന്ന് തന്നെ തറയിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അവൻ മറ്റൊന്നും തന്നെ ഓർത്തിയില്ല. സുഹറയുടെ ഇനിയും ചോരാത്ത കണ്ണുകൾ മാത്രമേ അവൻ കണ്ടുള്ളൂ. അവൻ പതുക്കെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി സുഹറ? എന്തു പറ്റി? പറ. അവൻ്റെ ചോദ്യത്തിൽ അലിവുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ തനിക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നവന് സംശയമായിരുന്നു. ആ ചോദ്യം കേൾക്കാൻ കാത്തിരുന്നത് പോലെ സുഹറ ഇമ്രാൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പൊട്ടിക്കരഞ്ഞു. ആ സമയം അവൾ മറ്റൊന്നും ഓർത്തില്ല. ആ സമയം അവൾക്ക് ഒരാളെ ആവശ്യമായിരുന്നു. ഒന്ന് ചായാൻ, ഒന്ന് പൊട്ടിക്കരയാൻ ഒരു ചുമല് ആവശ്യമായിരുന്നു. അവളുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ ഇമ്രാൻ ഒന്ന് പകച്ചുപോയി. അവളെ ചേർത്ത് പിടിക്കാനാവാതെ അവൻ്റെ കൈകൾ വിറകൊണ്ടു. അവളുടെ കണ്ണുനീർ വീണ് തൻ്റെ ശരീരം നനയുന്നത് അവൻ അറിഞ്ഞു. അത്രത്തോളം അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ടായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൾക്കിപ്പോൾ ഒരു ചേർത്ത് പിടിക്കലാണ് ആവശ്യം എന്നും. പക്ഷെ അവൻ്റെ കൈകൾക്കായില്ല. അവൻ അവളുടെ പുറത്തുമെല്ലെ തലോടി കൊടുത്തു. തട്ടത്തിന് പുറത്തോടെ പതിയെ തലോടി. മൗനമായി കടന്നുപോയ എത്രയോ നിമിഷങ്ങൾ അവന് അവളൊരു ഭാരമായി തോന്നിയതേയില്ല. അവളുടെ ഏങ്ങലലുകൾ നിൽക്കുവോളം അവൻ്റെ കൈകൾ വിശ്രമിച്ചില്ല. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ പിടഞ്ഞെണീച്ചു. മുന്നിൽ അവനെ കണ്ടതും അവൾ അബദ്ധം പിടഞ്ഞ പോലെ നിന്നു. അവൾക്ക് അവനെ നോക്കാൻ ജാള്യത തോന്നി. പെട്ടെന്ന് ഏതോ ഒരു നിമിഷത്തിൽ തോന്നിപ്പോയതാണ്. പക്ഷേ അവൾ പിടഞ്ഞെണീറ്റുകൊണ്ട് അവനെ നോക്കാനാവാതെ
പുറത്തേക്ക് നടക്കാനൊരുങ്ങി. അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവനൊന്ന് പകച്ചുപോയെങ്കിലും അവനെ ചോദിക്കാതിരിക്കാനായില്ല കരഞ്ഞതിൻ്റെ കാരണം. സുഹ്റ! അവൻ്റെ ശബ്ദത്തിൽ അവൾ കെട്ടിയിട്ട പോലെ നിന്നു. അവൾക്കറിയാം എന്തിനാവും തന്നെ വിളിക്കുന്നതെന്ന്. എൻ്റെ ആമിയെ രക്ഷിക്കുമോ? അവളെ എനിക്ക് തിരിച്ചു തരുമോ? തന്നെ നോക്കി കരഞ്ഞ് അപേക്ഷിക്കുന്നവളെ നോക്കി ഒന്നും മനസ്സിലാവാതെ അവൻ നിന്നു. സുഹ്റ! അവൻ്റെ ശബ്ദം നന്നേ നീർത്തുപോയി. ദയനീയമായി അവളെ നോക്കി. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധത്തിൻ്റെ അവസാനം എനിക്ക് കിട്ടിയത് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായ എൻ്റെ കുഞ്ഞിനെയാണ്. പക്ഷേ അവളെപ്പോലെ ഞാൻ അവിടെ ഉപേക്ഷിച്ചു പോകുന്നത് എൻ്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ്. എൻ്റെ വീട്ടുകാർ ആമിയെ നോക്കും, കണ്ണു നിറയാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. പക്ഷേ എൻ്റെ മോള് ഇവിടേക്ക് അവളെ കൊണ്ടുവരുന്നതിൽ പരിധികളുണ്ടെന്നറിയാം. നിങ്ങളെന്നെ ഏൽപ്പിച്ച ജോലിക്ക് അതൊരു തടസ്സമാണെന്നറിയാം. പക്ഷേ എനിക്കിനിയും ആവില്ല എൻ്റെ മോളെ എവിടെ വെക്കാൻ. ഇനിയും എൻ്റെ കുഞ്ഞിനെ അവിടെ നിർത്തിയാൽ ഒരുപക്ഷെ ഇതിലും കൂടുതൽ അവളുടെ മനസ്സിന് മുറിവ് പറ്റും. ആ കുഞ്ഞു മനസ്സ് ഇനിയും വേദനിക്കും. എന്നെ സഹായിക്കണം, എന്നെ മനസ്സിലാക്കണം. ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്ന കണ്ണുനീരിൽ ഇല്ലാതെയാവുന്ന അവളുടെ അപേക്ഷയോടുള്ള വാക്കുകൾ കേട്ടതും അവൻ ദയനീയമായി അവളെ നോക്കി. മുഖം പൊത്തി കരയുന്നവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ആശ്വാസം പകരാനും ഒന്ന് ചേർത്ത് പിടിക്കാനും അവനും തോന്നി. പക്ഷേ അവൻ്റെ കൈകൾക്ക് എന്തോ തടസ്സമുള്ളതുപോലെ. അവളുടെ ചുമലിൽ ഒന്ന് തട്ടിക്കൊണ്ടവൾ പുറത്തേക്കിറങ്ങി. അവൻ്റെ ആ തിരിഞ്ഞു നടത്തം അവൾ പ്രതീക്ഷയോടെ നോക്കി. ഓ, എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു അലീക്ക! അവളെ പൂട്ടാനുള്ള താക്കോൽ നിങ്ങളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തേ ഇപ്പോൾ താക്കോല് കാണാനില്ലേ? അഫി ദേഷ്യത്തോടെ അലിയുടെ മുഖത്ത് നോക്കി ചോദിച്ചതും അലി ചിരിച്ചുപോയി. അതുകൂടി കണ്ടപ്പോൾ അഫിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. വേറെ ഒരാൾ എവിടെ? ഇക്ക എന്ന് പറഞ്ഞ് നടക്കുവാണ്. ഇത്രയും കാലം കമ്പനി സ്വന്തം പോലെ കൊണ്ടു നടന്നിട്ടും ഇപ്പോൾ ഒരു ജോലിക്കാരനെ പോലെ അവിടെ ഒരു നാണോ ഇല്ലാതെ ജോലി ചെയ്യുന്നു. ഒരു മടിയുമില്ല. ഇക്കാണല്ലോ വലുത്. എൻ്റെ അഫി, ഈ ഒന്ന് അടങ്ങ്. ഇത്രയും കാലം ഒരു കമ്പനി മുതലാളിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം വീട്ടിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ടല്ലേ? പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുമോ? ഇല്ല, പതുക്കെ സമാധാനം നഷ്ടപ്പെടുത്തി നമുക്ക് അവളെ ഇവിടെ നിന്ന് ഓടിക്കാം. ഈ ബേജാറാവില്ല കോയ. അതിനുള്ള ആദ്യത്തെ അമ്പേ വിമാനം കയറിപ്പോയി കഴിഞ്ഞു. ഈ നോക്കിക്കോ, അവളെവിടെ സമാധാനം നഷ്ടപ്പെട്ട് നടക്കുന്നത് നമുക്ക് കാണാം. കാര്യം പറ അലീക്ക, എന്താണ്? അതൊക്കെ നീ കണ്ടോടി. പിന്നെ ഈ കാര്യം നിൻ്റെ കെട്ടിയവനോടൊന്നും പറയണ്ട. ജീവിതം കൈപ്പിടിക്കുള്ളിൽ ഒതുക്കാൻ പാടുപെടുന്നവളെ തകർക്കാൻ വേണ്ടി ചിലരും അവളുടെ പിന്നാലെ ഉണ്ടെന്ന് അറിയാതെ സുഹ്റ ആ വീട്ടിനുള്ളിൽ തൻ്റെ മകളെ ഓർത്ത് പ്രാർത്ഥനയോടെ ഇരുന്നു. കല്യാണത്തിൻ്റെ ആരവങ്ങളെല്ലാം കഴിഞ്ഞു. സൽക്കാരം കൂടി കഴിഞ്ഞു വേണം പോവാൻ എന്നോർത്തുകൊണ്ട് അസീനയും അമീറും അവിടെ തന്നെയുണ്ട്. മജീദക്കയുടെ അടുത്ത് നിന്ന് മാറാതെ നടക്കുകയാണ് ആമി. അന്നത്തെ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ അവളെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. വലത് കൈയിൽ പ്ലാസ്റ്റർ ഇട്ട് മാലയിട്ടിട്ടുണ്ട്. അന്നത്തെ വീഴ്ചയിൽ ഒടിഞ്ഞതാണ്. തലയിൽ ചെറിയൊരു കെട്ടും. അവളിലെ ഭയം അറിയാവുന്നത് കൊണ്ട് തന്നെ മജീദക്കയും എവിടെയും പോവാതെ അവൾക്ക് കൂട്ടിരുന്നു. ഉമ്മ! മുറ്റത്ത് നിന്ന് അലർച്ചയോടെ സിജ്നയുടെ ശബ്ദം കേട്ടതും എല്ലാവരും അമ്പരന്നുകൊണ്ട് പുറത്തേക്ക് വന്നു. അവൾ എന്തോ പെട്ടെന്ന് കയറി വന്നത് എന്നറിയാതെ എല്ലാവരും പരസ്പരം മുഖത്തേക്ക് നോക്കി. ഇനി സൽക്കാരത്തിനല്ല അവൾ വരേണ്ടത്? അതിനു മുമ്പ് എന്തിനാണ് വന്നത് എന്നത് ആലോചിച്ച് ആമിനമ്മക്ക് ഭയമുണ്ടായി. മുറ്റത്ത് നിന്നും അകത്തേക്ക് ദേഷ്യത്തോടെ നടന്നു വന്നവൾ എല്ലാവരുടെയും മുഖത്തേക്ക് ഉറ്റുനോക്കി. അവളുടെ കലങ്ങിയ കണ്ണുകളും ദേഷ്യം നിറഞ്ഞ മുഖവും അവരിൽ ആദ്യ പടർത്തി. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് കയറി വന്നവൾ ഇത്രയും കഷ്ടപ്പെട്ട് വിവാഹം നടത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അവൾ വന്നിരിക്കുന്നതെന്ന് പോലും അവർ പേടിയോടെ ഓർത്തു. പക്ഷേ അവൾക്ക് പിറകിൽ കയറി വന്ന നജീബ് അവരിൽ തെല്ലൊരു ആശ്വാസം നിറച്ചു. അവൻ്റെ കൂടെയാണല്ലോ വന്നത്. എന്നാൽ രണ്ടുപേരുടെയും ഇരുണ്ട മുഖം കാണും തോറും പിന്നെയും ആദ്യം കൂടിയതേയുള്ളൂ. വാ മോനെ, ഇരിക്കേ. സൽക്കാരത്തിന് ഇനി വരൂന്ന് കരുതിയതാണ്. രണ്ടാളും വരി. മനസ്സിനുള്ള സംശയങ്ങളെ അടക്കി നിർത്തിക്കൊണ്ട് ആമിനും അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അസീനയും അമീറും അവർക്ക് നേരെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ ഇരിക്കാൻ വന്നതല്ലോ ഉമ്മ. ഉപ്പ ഇവിടെ, ഇങ്ങോട്ട് എല്ലാവരും വിളിക്കേ. ഉപ്പ ഇവിടെ എല്ലാവരോടും ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അവളുടെ സംസാരം കേട്ട് കാര്യം അത്ര നിസ്സാരമല്ല എന്ന് തോന്നി അവർക്ക്. മജീദക്കാനെ വിളിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ശബ്ദം കേട്ടുകൊണ്ട് മജീദക്ക ആമയെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ആ വന്നല്ലോ, ഉപ്പ അങ്ങോട്ട് വരി. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ നജീബേ?
എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആ സുഹറയോട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുതെന്ന് പറയണം. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ കെട്ടിയോനെയും വീട്ടുകാരൻ്റെയും മുമ്പിൽ സ്വന്തം എത്തിയോടെ മോശം സ്വഭാവം കാരണം നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വന്ന ഏതൊരു പെണ്ണ് സഹിക്കും? എന്താ മോളെ ഈ പറയണത്? സൂറ കാരണം നാണം കെട്ടെന്നോ? ഇതാ നോക്കി കണ്ടോളി, നിങ്ങളെ മോളുടെ പുതിയ സംബന്ധം കാണങ്ങോട്ട്. പലരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ മോളുടെ ബന്ധങ്ങൾ. കണ്ണ് നിറച്ച് കണ്ടു നോക്കി. നിലത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്ന ഫോട്ടോയിലേക്ക് എല്ലാവരും ഒന്ന് നോക്കി. സുഹറയും ഇമ്രാനും ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോ. സുഹറയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഇമ്രാൻ, പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നവർ, ചുമലിൽ കൈചേർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്നവർ. അങ്ങനെ കാര്യമറിയാത്തവർക്ക് ഒരു അന്യപുരുഷൻ്റെ കൂടെ നിൽക്കുന്ന സുഹറയെ ആ ഫോട്ടോയിൽ കാണാനാവും. മജീദയ്ക്കയുടെ ശരീരം രക്തം വറ്റി മരവിച്ചു പോയി. തൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നത് മജീദയ്ക്ക് അറിയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും പുച്ഛത്തോടെയുള്ള നോട്ടം തൻ്റെ നേരെ വരുന്നതും അയാൾ അറിഞ്ഞു. ആമിയെ നിലത്ത് വെച്ചുകൊണ്ട് അയാൾ എല്ലാവരെയും നോക്കി. കണ്ടില്ലേ ഉപ്പാൻ്റെ പൊന്നാര മോളെ സ്വഭാവം? ഇനിയിപ്പോൾ ആരും പറഞ്ഞറിയണ്ടല്ലോ, നേരിട്ട് തന്നെ കണ്ടില്ലേ? നജീബിക്കാൻ്റെ വീട്ടിലേക്ക് വന്ന ഈ ഫോട്ടോകൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് കണ്ടത്. നാണം കെട്ടുപോയി ഞാൻ. ഒന്നും വിചാരിക്കരുത്, ഇത്രയും മതം പതിച്ചൊരു കുടുംബമാണെന്ന് കരുതിയില്ല. ഇതിലേറെ നല്ലത് തെണ്ട് ജീവിക്കുന്നതല്ലേ, അവർക്കുണ്ടൊരു മാന്യത. നജീബ് അവൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞതും അമീർ സത്യമാണെന്ന രീതിയിൽ തലയാട്ടി. എൻ്റെയും കൽസീനയുടെയും കല്യാണത്തിന് മുമ്പേ സുഹറയുടെ മോശം സ്വഭാവം അറിഞ്ഞതാണ്. അപ്പോഴും പറഞ്ഞു എല്ലാവരും നുണയാണെന്ന്, നാട്ടുകാർ പറഞ്ഞു പറ്റുന്നതാണെന്നൊക്കെ. എന്നിട്ടും തൽക്കാലം ആശ്വാസത്തിന് ആ ഷാജഹാനെ കൊണ്ട് കെട്ടിച്ചു. എന്നിട്ടോ അയാൾക്കെതിരെ ഇല്ലാത്ത കുറ്റൊക്കെ പറഞ്ഞുണ്ടാക്കിയവള് ബന്ധം ഏർപ്പെടുത്തി. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? അവളൊരു ആണിൻ്റെ അടുത്ത് നിൽക്കൂല, അല്ലാതെന്താ? ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇതൊന്നും സത്യമാവാതെ ഇരിക്കൂലല്ലോ. ഹസീന, ഇറങ്ങിക്കോ ഇവിടെ നിന്ന്. ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കരുത്, നാണില്ലാത്ത വർഗം. അമീർ അവൻ്റെ ഭാഗം പറഞ്ഞുകൊണ്ട് ഹസീനക്ക് നേരെ നോക്കി. അവളും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എന്തൊക്കെ ആയിരുന്നോ അവൾക്ക് മാത്രം ഒരു മാലാക. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ ജീവിച്ച് കുടുംബം പോറ്റുന്നതിനേക്കാൾ നല്ലതേ പട്ടിണി ദാരിദ്ര്യം തന്നെയാണ്. ഞാൻ എന്തിനു വരണേക്കാ? അവളുടേതായ ഒന്നും തന്നെ ഇനി ഈ പുരയിലുണ്ടാവരുത്. അവളുമായി ആർക്കൊരു ബന്ധവും വേണ്ട. ഇനി അങ്ങോട്ട് വരാനും സമ്മതിക്കരുത്. അല്ല പിന്നെ ഹസീന! എല്ലാം കേട്ടുകൊണ്ട് ഉത്തരമില്ലാതെ നിൽക്കുന്ന ആ വൃദ്ധൻ്റേതായിരുന്നു ആ വിളി. നിങ്ങൾ എന്തിനാ ഓളെ തടയുന്നത്? ഓൾ പറഞ്ഞത് കാര്യം തന്നെയല്ലേ. സൂറ മാത്രമല്ല എൻ്റെ മക്കള്, അല്ലെങ്കിൽ ഓളിനി എൻ്റെ മോളല്ല. കുടുംബത്ത് പിറന്ന ആൺകുട്ടികൾ കയറി വന്ന പോലെയാണത്. ഓളെ കാര്യത്തിൽ ഞാനും എൻ്റെ മക്കളും കോല് മുറിച്ചിട്ടു. ഇനി ഒന്നുമില്ല അതിൽ വർത്താനം പറയാൻ. അന്യ പൊരയൊക്കെ കെട്ടിച്ച് വെച്ച 2 പെൺകുട്ടികളുള്ളതാണ് ഇവിടെ. ഓളെ തോന്നിയാസം കാരണം ആ കുട്ടികളുടെ ജീവിതം കൂടി തകർക്കാൻ പറ്റൂല. ഈ പറയുന്ന ജീവിതം ഇവർക്കൊക്കെ എങ്ങനെയുണ്ടായെന്ന് ചിന്തിക്കട ആമിന. ഇത്രയൊക്കെയായിട്ടും നിങ്ങളിപ്പോഴും ഓളെ ന്യായീകരിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മജീദക്ക. അങ്ങനെയൊക്കെ ജീവിക്കുന്നതിൽ നല്ലത് മരിക്കലല്ലേ റബ്ബേ. കുടുംബം പട്ടിണി ആയാലും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യോ? ഞാൻ പെറ്റ മോള് തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ റബ്ബേ. നന്നാവൂല, ഒരിക്കലും നന്നാവൂല, നശിച്ചു പോവും. ആമിന! ആ വൃദ്ധൻ ആമിനുമ്മയെ ഒരു താക്കീതോടെ വിളിച്ചു. സ്വന്തം മകളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞത് കേൾക്കുമ്പോഴും അയാളുടെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞു. നിങ്ങൾ ആര് പറയുന്നത് സത്യമല്ല. എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല. പഠിച്ചവനെ മറന്ന് ഓളൊന്നും ചെയ്യൂല. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നാൽ ഓള് ജീവിതം അവസാനിപ്പിക്കൂലേ? ഈ പേരെങ്ങനെ സുഖസൗകര്യങ്ങളും കടമില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓളെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. എന്നും മോളോട് നന്ദി വേണം. ആ ഉപ്പയുടെ കണ്ണീർ നനവോടെയുള്ള വാക്കുകൾക്ക് ആരും വില കൽപ്പിച്ചില്ല. എല്ലാവരും അയാളെ പുച്ഛത്തോടെ നോക്കി. ഓ, അപ്പം നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ ഉപ്പ ഇത്താൻ്റെ ഈ പ്രവൃത്തികളൊക്കെ? ഇത്താനെങ്ങനെ ന്യായീകരിക്കാൻ? ഇനി മേലിൽ ഞാൻ ഇത്താനെ ഈ വീട്ടിൽ കയറ്റൂല. ഞാനൊരു ആണല്ലേ, എനിക്ക് അങ്ങാടി കൂടെ ഇറങ്ങേണ്ടി നടക്കേണ്ടത് ഞാനാണ്. സമ്മതിക്കൂല ഞാൻ. റമീസിൻ്റെ വാക്കുകൾ എല്ലാവരും ശരിവെച്ചു. പെട്ടെന്നൊരു കാഴ്ചയിലേക്ക് അവരുടെ എല്ലാം കണ്ണുകൾ ഉടക്കിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് പിന്നെയും ദേഷ്യം നുരഞ്ഞു പൊന്തി. നിലത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്ന ഫോട്ടോയെല്ലാം എടുത്തുകൊണ്ട് മാറി മാറി നോക്കിയാണ് ആമി. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ അവളുടെ ശ്രദ്ധ പോകുന്നില്ല. അവളുടെ കണ്ണുകൾ പൂർണ്ണമായും ആ ചിത്രങ്ങളിലാണ്. സുഹറയും ഇമ്രാനും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയിലേക്ക് അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പതിയെ ആ ചിത്രത്തിലൂടെ അവളൊന്ന് വിരലൊടിച്ചു. ഉമ്മീ! ആ ഫോട്ടോയിലേക്ക് നോക്കി അവൾ സന്തോഷത്തോടെ വിളിച്ചു. അവൾ ചിരിക്കുകയാണ്.
സ്വന്തം ഉമ്മയെ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ആ ചിരിയോടെ തന്നെ ഫോട്ടോ എടുത്തുകൊണ്ട് ഓരോരുത്തരെയും അടുത്ത് പോയവൾ കാണിച്ചു കൊടുത്തു. നോക്കേ, ഇതെൻ്റെ ഉമ്മയാ, കണ്ടോ? പക്ഷെ സന്തോഷത്തോടെ നിന്നിരുന്ന ആമി അവയുടെ മുഖത്തെ ദേഷ്യം കണ്ടില്ല. ഉപ്പുപ്പ നോക്ക്, ആമിൻ്റെ ഉമ്മയെ കണ്ടോ, ഉമ്മ കൊടുക്കുപ്പൂപ്പ, അയാളുടെ മുഖത്തേക്ക് ഫോട്ടോ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ സന്തോഷം കണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓ പിന്നെ അവിടെ ഒരു ഉമ്മി, ഇങ്ങോട്ട് താ പെണ്ണത്, മനുഷ്യനിവിടെ നാണം കെട്ടി നിൽക്കുമ്പോൾ അവിടെ ഒരു ഉമ്മീനെ സ്നേഹിക്കരുത്, ഇങ്ങോട്ട് താ. അസീന ആമിയുടെ കയ്യിൽ നിന്നും ഫോട്ടോ തട്ടിപ്പറിച്ച് വാങ്ങി. ആ കുഞ്ഞ് ആകുന്നതും മാറോട് ചേർത്ത് പിടിച്ചു. പക്ഷെ അവളെ തടുക്കാനായില്ല. നിലത്ത് കിടന്നതും പെറുക്കിയെടുത്തുകൊണ്ട് അസീന മുറ്റത്തേക്കെറിഞ്ഞു. അവൾക്ക് പിന്നാലെ ഓടാനിരുന്ന കുഞ്ഞിനെ സജിന തടഞ്ഞു വെച്ചു. അടങ്ങി നിന്നോ, അല്ലെങ്കിൽ ഞാൻ എടുത്തെറിയാം. കണ്ടോ? ആമി അവളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. സുഹറയുമായി ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല എന്നുറപ്പുണ്ടെങ്കിൽ സജിനയെ ഞാൻ കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ അവളിവിടെ നിൽക്കട്ടെ. ഇനി എൻ്റെ പെരക്കാരെ അടുത്ത് നാണം കെടാൻ വയ്യ. നജീബിൻ്റെ വാക്കുകൾ കേട്ടതും സജിന ഇപ്പോൾ കരയുമെന്ന് തോന്നി. എന്താ മോനെ, ഇനി അവളെ ഈ വീട്ടിൽ കാലുകുത്താനും സമ്മതിക്കൂല. സജിനാൻ്റെ ജീവിതം നശിപ്പിക്കരുത്, ആമിനുമ്മ അവനോട് അപേക്ഷിച്ചു. അത് ഉപ്പ പറയട്ടെ. അവൻ്റെ വാക്കുകളിൽ ഗൗരവം നിറഞ്ഞു. എല്ലാവരും അത് തന്നെ ശരിയെന്ന രീതിയിൽ മജീദിക്കയെ നോക്കി. ആ മുഖത്ത് നിസ്സായതയല്ലാതെ മറ്റൊന്നുമില്ല. ഇമ്രാൻ സുഹറയുടെ ഭർത്താവാണെന്ന് പറയാനായിട്ടില്ല. സുഹറക്ക് പൊരുത്തപ്പെടാനായിട്ടില്ല എങ്കിൽ ഓൾ തിരിച്ചു വന്നാൽ? ചിന്തകൾ കുമിഞ്ഞുകൂടിയപ്പോൾ അയാളുടെ ഹൃദയത്തിന് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. അത് താങ്ങാനാവാതെ അയാളുടെ കൈകാലുകൾ കുഴഞ്ഞുപോയി. ആ താങ്ങിനെന്നോണം എവിടെയും പിടിക്കാനാവാതെ അയാൾ നിലത്തേക്ക് അടിതെറ്റി വീണു. തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന മുഖങ്ങൾക്കിടയിൽ തൻ്റെ ഒരാളുടെ മാത്രം ധൈര്യത്തിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞു മുഖത്തെ കണ്ടയാൾ അവസാനിക്കാത്ത വേദനയോടെ കണ്ണുകളടച്ചു. ഉപ്പുപ്പ! ആമയുടെ അലറിക്കരച്ചിൽ അവിടെയും ഉയർന്നു കേട്ടു. ആ ചെറിയ വീടിനുള്ളിലും പുറത്തും തളം കെട്ടിയ മൂകതക്കിടയിൽ ഖുർആനിലെ വരികൾ പതിയെ ഉയർന്നു കേട്ടു. വീടിനു ചുറ്റും അവിടെ ഇവിടെയായി കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ. പലരും സംസാരങ്ങളിലാണ്. മറ്റു ചിലർ അകത്തു നിന്ന് കേൾക്കുന്ന സൂറത്തുകൾക്കൊപ്പം ചുണ്ട് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മജീദിക്കയുടെ വെള്ള പുതച്ച മയ്യത്ത് കാണാൻ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. കണ്ണടച്ചു കിടക്കുന്ന ആ മയ്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പാവൻ മനുഷ്യനായിരുന്നു എന്ന് പലരും അടക്കം പറഞ്ഞു. എന്ത് പറ്റിയെന്നായിരുന്നു പലർക്കും അറിയേണ്ടത്. ഒരു നല്ല കാര്യം നടന്ന വീട്ടിൽ നിന്നും ഉടനെ തന്നെ ഒരു മയ്യത്ത് കാണേണ്ടി വന്നതിൽ എല്ലാവർക്കും സങ്കടമുണ്ടായിരുന്നു. മരണത്തിന് സമയവും കാലവും വലിയവനും ചെറിയവനും ഇല്ല എന്ന സത്യം അറിയാമെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറ്റിയത് എന്ന ചോദ്യം എല്ലായിടത്തും ഉയർന്നു കേൾക്കും. ആമിനുമ്മയും മക്കളും അകത്തെ മുറിയിൽ കട്ടിലിൽ കണ്ണീര് വറ്റാതെ ഇരിക്കുന്നുണ്ട്. ആമിനുമ്മ തളർന്നുപോയി. സംസാരിക്കുന്നതിനിടയിൽ മജീദിക്ക തളർന്നു വീഴുന്നത് കണ്ടതും ആമിമോളുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. ഓടിച്ചെന്ന് താങ്ങി പിടിച്ചെടുത്തപ്പോഴേക്കും റൂഹ് ആ ശരീരം വിട്ടുപോയിരുന്നു. അവസാനമായി ഒന്നും പറയാതെ പോയി. ജീവനോടെ ഇരുന്നാൽ ചിലപ്പോൾ സുഹ്റയെ വീട്ടിലേക്ക് കയറ്റില്ലേ എന്ന് പറയാൻ ആ വൃദ്ധന് കഴിഞ്ഞു എന്ന് വരില്ലായിരിക്കും. മക്കളുടെ നാവിൽ നിന്ന് വീണ ഓരോ വാക്കുകളും അയാളുടെ ഹൃദയത്തിൽ അത്രമേൽ നോവേൽപ്പിച്ചു കാണും. നെഞ്ചുപൊട്ടി അയാളുടെ റൂഹ് പിരിഞ്ഞുപോയി. ഒരു കാര്യത്തിൽ മാത്രമേ സങ്കടം ഉണ്ടാവൂ. അവസാനമായി അതുകൊണ്ടാവും ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചത്. ഉപ്പൂപ്പ ഇനി ഇല്ല എന്ന സത്യം ആ കുഞ്ഞിന് മനസ്സിലായി കാണുമോ എന്തോ. ഒരുപാട് നേരം ഒന്നും മിണ്ടാതെ കണ്ണുനീർ പോലും പൊഴിക്കാതെ ആ കുഞ്ഞിപ്പെണ്ണ് ആ മയ്യത്തിനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. പതിയെ അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി പുറത്തേക്ക് നീങ്ങി. അവളും ഉപ്പുപ്പയും എന്നും കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന മുറ്റത്തുള്ള ആ ചെറിയ കട്ടിലിൽ അവൾ ഇരുന്നു. ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ആ കട്ടിലിൽ അവൾ ചുരുണ്ടി കൂടി കിടന്നു. ആ കുഞ്ഞ് അവിടെ കിടക്കുന്നത് കണ്ടിട്ടും ഒരു മനുഷ്യൻ പോലും അതിനെ ഒന്ന് നോക്കിയതുപോലുമില്ല. ആരും ശ്രദ്ധിക്കപ്പെടാതെ അവൾ എത്രയോ സമയം അവിടെ ചുരുണ്ടുകൂടി. അവളുടെ മനസ്സിൽ അവളുടെ ഉപ്പൂപ്പ മാത്രമായിരുന്നു. അവസാന നേരം അവളുടെ മുഖത്തേക്ക് നോക്കിയ ആ നോട്ടം മാത്രമായിരുന്നു. ഉപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പേ ഉള്ള ഓരോ സംഭവങ്ങളും അവൾ ഓർത്തെടുത്തു. ഉമ്മയെ ഇനി ഈ വീട്ടിൽ കയറ്റില്ല എന്നല്ലേ എല്ലാവരും പറഞ്ഞത്? അപ്പോൾ ഇനി ആമിമോൾ ആരാണ്? അവളുടെ കണ്ണുകൾ ചാലിട്ടൊഴുതി. കണ്ണുനീർ തുള്ളികൾ തീർത്ത മങ്ങിയ കാഴ്ചയിൽ ചെടികൾക്കുള്ളിൽ അവൾ കണ്ടു അസീന വലിച്ചെറിഞ്ഞ ഫോട്ടോ. കളഞ്ഞു പോയതെന്തോ കിട്ടിയ കുട്ടിയുടെ സന്തോഷം പോലെ ആ കണ്ണുനീരിൻ്റെ ഇടയിലും അവളുടെ ചുണ്ടിൽ ഓരോ പുഞ്ചിരി വിരിഞ്ഞു. അവൾ അവിടെ നിന്ന് എണീറ്റുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് നടന്നു. ആർത്തിയോടെ അവൾ ഓരോ ഫോട്ടോയും എടുത്ത് നെഞ്ചോട് ചേർത്തു. ഇരുന്നിടത്ത് തന്നെ വന്നിരുന്നുകൊണ്ട് അവൾ ആ ഫോട്ടോയിലൂടെ കണ്ണുകൾ ഓടിച്ചു. സുഹ്റയുടെ മുഖത്തെ ഒരുപാട് ഉമ്മകൾ വെച്ചു. ഉമ്മയുടെ കൂടെയുള്ള ആളെയും അവൾ കണ്ണെടുക്കാതെ നോക്കി. ഇതാണോ ഉമ്മി പറഞ്ഞ ആൾ? ഉമ്മിയെ കല്യാണം കഴിച്ച ആൾ? അവൾക്ക് സംശയമായിരുന്നു. പെട്ടെന്ന് തൻ്റെ ചുമലിൽ ആരുടെയോ കൈയിൻ്റെ സ്പർശനം അറിഞ്ഞതും ആമി
കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ കാലുകൾ രണ്ടും ചേർത്ത് പിടിച്ച് ഉടുപ്പിനുള്ളിലേക്ക് കൂട്ടിപ്പിടിച്ച് തിരിഞ്ഞു നോക്കി. ഇനിയും ഈ ഫോട്ടോ എടുത്തത് അറിഞ്ഞാൽ വഴക്ക് കേൾക്കും, ചിലപ്പോൾ തല്ലും കിട്ടും. അവൾ ഒരു ഭയത്തോടെ നോക്കുമ്പോൾ ഉമ്മയുടെ കൂട്ടുകാരി മുംതാസാണ്. മുംതാസിനെ കണ്ടതും ആശ്വാസത്തോടെ ആ കുഞ്ഞിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മുംതാസ് കൈനീട്ടിയപ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ ആമി അവളുടെ ദേഹത്തേക്ക് വലിഞ്ഞു കയറി. മുംതാസ് അവളെ മാറോട് അടക്കി പിടിച്ചു. എൻ്റെ ഉപ്പൂപ്പ മരിച്ചു പോയി ആമി. ഇനി ആമിക്ക് ആരുമില്ല. ആമിക്ക് ആർക്കും ഇഷ്ടമല്ല. തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ആമിയുടെ കണ്ണുനീർ തൻ്റെ ശരീരത്തിൽ പതിക്കുന്നത് മുംതാസ് അറിയുന്നുണ്ടായിരുന്നു. മുംതാസിന് പാവം തോന്നുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിനോട്. അവൾക്കറിയാം അകത്തിക്കിടക്കുന്ന ആ മയ്യത്തിന് മാത്രമേ ആമിയോട് വാത്സല്യം ഇഷ്ടവും ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അവളെ പട്ടിണിക്കല്ലാതെ ഇത്രയും മറ്റുള്ളവർ നോക്കിയത് അയാൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണെന്ന്. മുംതാസ് അവളെയും കൊണ്ട് ആരും കാണാതെ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. കയ്യിൽ ആമിക്കായി കരുതിയ ചായയൊപ്പവും അവൾക്ക് നേരെ നീട്ടി. ഇത്രയും സമയമായിട്ടും ആമയൊന്നും കഴിച്ചു കാണില്ല എന്നറിയാം. വേണോ എന്നും ആരും ചോദിച്ചു കാണില്ല. അവൾ കൊടുത്ത ഭക്ഷണം വേണ്ട എന്ന് പറയാതെ മുഴുവനും ഇരുന്ന് കഴിക്കുന്ന ആമിയെ തന്നെ നോക്കിയിരുന്നു പോയി മുംതാസ്. അപ്പോഴാണ് ആമിയുടെ ഉടുപ്പിൽ പൊതിഞ്ഞിരിക്കുന്ന എന്തോ ഒന്നവൾ കാണുന്നത്. ഇതെന്താ ആമി, നോക്കട്ടെ. എൻ്റെ ഉമ്മീൻ്റെ ഫോട്ടോ. ഉമ്മിൻ്റെയോ? നോക്കു മാമി. അസീന മാമി ഫോട്ടോ വലിച്ചെറിഞ്ഞിട്ടാണ് എൻ്റെ ഉപ്പൂപ്പ മരിച്ചത്. ഇനി എൻ്റെ ഉമ്മ ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞു ഓലൊക്കെ. അതുകൊണ്ടല്ലേ എൻ്റെ ഉപ്പൂപ്പ മരിച്ചു പോയത്. ഈ ഫോട്ടോ കൊടുത്താൽ ഉപ്പൂപ്പ എണീക്കോ മാമി? മുംതാസ് ആ ഫോട്ടോയിലൂടെ കണ്ണൊടിക്കുകയായിരുന്നു. സുഹറ പറഞ്ഞ അവളെ കല്യാണം കഴിച്ച ആളിതാണോ? ഇതെങ്ങനെ കിട്ടി ആമിക്കുട്ടി? എന്താ ഇവിടെ ഉണ്ടായത്? ആമി അവൾക്ക് മനസ്സിലായ പോലെ ഓരോന്നും മുംതാസിന് പറഞ്ഞു കൊടുത്തു. അവസാനം മജീദിക്ക മറിഞ്ഞു വീണത് വരെ. ഈ ഫോട്ടോ കണ്ടതും ഇവിടെ ഉള്ളവരെല്ലാം പ്രശ്നമുണ്ടാക്കി കാണുമെന്ന് മുംതാസിന് മനസ്സിലായി. പാവം, മയ്യത്ത് എടുക്കാൻ പോവാണ്. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? പള്ളിയിലെ ഉസ്താദ് വിളിച്ചു പറയുന്നത് കേട്ടതും മുംതാസ് ആമയും കൊണ്ട് അകത്തേക്ക് കയറി മയ്യത്തിനരികിൽ പോയി നിന്നു. അപ്പോഴും ആമിയുടെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇനി ആരും വരാനൊന്നുമില്ലല്ലോ? ഒരിക്കൽ കൂടി അയാൾ ചോദിച്ചു. ഇല്ല എന്ന് അമീർ തലയാട്ടി. എൻ്റെ ഉമ്മി വന്നിട്ടില്ല ഉസ്താദേ. ഉപ്പൂപ്പാനെ കണ്ടിട്ടില്ല. ഉമ്മി വരട്ടെ. എല്ലാവരും മറന്നുപോയത് ആ കുരുന്ന് ഓർമ്മിപ്പിച്ചു. സുഹറയെ അറിയിച്ചിട്ടുണ്ടോ? വരുന്നുണ്ടോ? എന്തെങ്കിലും അറിയോ? ഉസ്താദ് ചോദിച്ചതും ആർക്കും ഉത്തരമുണ്ടായില്ല. കാക്കണോ? അയാൾ ഒരിക്കൽ കൂടി ചോദിച്ചു. വേണ്ട, അവളെ അറിയിച്ചിട്ടില്ല, അറിയിക്കുന്നില്ല. ഞങ്ങൾക്ക് താല്പര്യമില്ല. നമുക്ക് മയ്യത്തെടുക്കാം ഉസ്താദേ. വലിയ അധികാരത്തോടെ റിമീസ് പറയുന്നത് കേട്ടതും മുംതാസിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഇവനൊക്കെ എപ്പോഴാണ് വലുതായി പോയതെന്നോർത്തു. മരുമക്കൾക്കും അതേ അഭിപ്രായമാണെന്ന് കണ്ടതും മയ്യത്തിന് അവസാനമായി ഉമ്മ കൊടുക്കാൻ വരാൻ എല്ലാവരോടും പറഞ്ഞു. മക്കളെല്ലാം കണ്ണുനീരോടെ ഉമ്മ കൊടുത്തു. പിരിഞ്ഞപ്പോൾ ആമിനുമ്മ റൂമിലിരുന്ന് കണ്ണുനീർ വാർത്തു. അവസാനം ആമിയെ കൊണ്ട് മുംതാസ് ഉപ്പുപ്പാക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നു. ആമി കുറച്ച് സമയം ആ മയ്യത്തിനെ തന്നെ നോക്കി നിന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന സുഹ്രയുടെ ഫോട്ടോ മെല്ലെ അയാളുടെ മുഖത്തേക്ക് വെച്ചുകൊണ്ട് അവൾ എടുത്തു. ഉപ്പുപ്പ, എൻ്റെ ഉമ്മയും ഉപ്പുപ്പാക്ക് ഉമ്മ തരുന്നുട്ടോ. അവൾ അയാളുടെ മുഖത്തെ ഉമ്മ വെച്ചുകൊണ്ട് വീണ്ടും മുംതാസിൻ്റെ തോളിലേക്ക് ചാരി കിടക്കുന്നതിനിടയിൽ മജീദിക്കയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. മുംതാസിൻ്റെ കണ്ണുകൾ ആ കുഞ്ഞിൻ്റെ കരുതലിൽ നിറഞ്ഞു പോയി. ഇനി ആരുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഉസ്താദ് മുഖം വെള്ളത്തുണി കൊണ്ട് മൂടുന്നതിനിടയിലാണ് പുറത്തു നിന്നും ഒരാൾ വിളിച്ചു പറയുന്നത്. ആരോ കുറച്ചു ദൂരെ നിന്ന് വന്നിട്ടുണ്ടെന്ന്. ഒരു നിമിഷം ഒന്ന് കാക്കാൻ. അതാരായിരിക്കുമെന്നോർത്തുകൊണ്ട് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അവരുടെ അറിവിൽ അങ്ങനെ ആരും ദൂരെ നിന്നൊന്നും ഈ വൃദ്ധനെ തേടി വരാനില്ല. വാതിലിനോരം വന്ന് നിൽക്കുന്ന ആ മനുഷ്യനിലേക്ക് എല്ലാവരുടെയും കണ്ണുകളും തറഞ്ഞു നിന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.